ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ റിൻസീസ് ലവ് സ്റ്റോറി യൂട്യൂബ് ചാനൽ ലവ് സ്റ്റോറികളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രണയ കഥകളൊക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നിലാവിലെഴുതിയ പ്രണയം. ആഗസ്റ്റ് മാസത്തിലെ ഒരു മഴയുള്ള പ്രഭാതം. വയനാട്ടിലെ ഒരു ചെറിയ ഗ്രാമം. മലകളെ മൂടിയ മഞ്ഞും ഇലകളിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികളും തണുത്ത കാറ്റും ചേർന്ന് ഗ്രാമത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി. ആ ഗ്രാമത്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുകയായിരുന്നു ആദിത്യൻ. നഗരത്തിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അവൻ അച്ഛൻ്റെ മരണശേഷം അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സില്ലാതെ നാട്ടിലേക്ക് തിരികെ വന്നതാണ്. ഗ്രാമത്തിലെ എല്ലാവർക്കും ആദിത്യനെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ അവന് തോന്നിയത് ഈ ഗ്രാമം പഴയതുപോലെയല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. വീട്ടിലെത്തി അമ്മയെ ചേർത്ത് പിടിച്ചപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ സന്തോഷവും സങ്കടവും ഒരുമിച്ചുണ്ടായിരുന്നു. ഇനി നീ ഇവിടെ തന്നെയല്ലേ മോനെ, അമ്മ ചോദിച്ചു. ആദിത്യൻ ചെറിയോടെ തലകുലുക്കി. അടുത്ത ദിവസം രാവിലെ മഴ ചെറുതായി പെയ്യുകയായിരുന്നു. ഗ്രാമത്തിലെ പഴയ ലൈബ്രറിയിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. ലൈബ്രറിയുടെ പടികൾ കയറുന്നതിനിടയിൽ ഒരാൾ വേഗത്തിൽ പുറത്തേക്ക് ഓടി വന്നു. ദാണ്ട! ഇരുവരും തമ്മിൽ കൂട്ടിയിടിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ നിലത്തേക്ക് ചിതറിപ്പോയി. സോറി, ആദിത്യൻ പറഞ്ഞു. അവൾ തല ഉയർത്തി നോക്കി. ആ കണ്ണുകൾ ഒരു നിമിഷം സമയം നിലച്ചുപോയതുപോലെ. അവളുടെ പേര് നന്ദന. കുഴപ്പമില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരി ആദിത്യൻ്റെ മനസ്സിൽ പതിഞ്ഞു. പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ ഒരു പഴയ ഡയറി താഴെ വീണു. നന്ദന അതിവേഗം ഡയറി എടുത്ത് ബാഗിൽ വെച്ചു. ആദിത്യന് അത് ശ്രദ്ധയിൽപ്പെട്ടു. അതിലെന്തെങ്കിലും പ്രധാനപ്പെട്ടതാണോ, അവൻ ചോദിച്ചു. അതെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യം, അവൾ മറുപടി പറഞ്ഞു. അവൾ പോയി. എന്നാൽ അവളുടെ ആ വാക്കുകൾ ആദിത്യൻ്റെ മനസ്സിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു. ആ വൈകുന്നേരം ഗ്രാമത്തിലെ ചായക്കടയിൽ ഇരിക്കുമ്പോൾ ഒരു വയോധികൻ ആദിത്യനോട് ചോദിച്ചു. നീ ഇന്ന് നന്ദനയെ കണ്ടോ? അതെ, ലൈബ്രറിയിൽ. വയോധികൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവമായി. അവളോടധികം അടുക്കണ്ട മോനെ. എന്താ കാര്യം? വയോധികൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്നത് ഈ ഗ്രാമത്തിലുള്ള ആർക്കും മറക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ഒരു ജീപ്പ് ചായക്കടയുടെ മുന്നിൽ നിർത്തി. അതിൽ നിന്ന് ഇറങ്ങിയ ഒരാൾ ദേഷ്യത്തോടെ ചുറ്റും നോക്കി. നന്ദന എവിടെയുണ്ട്? അയാൾ ഉറക്കെ ചോദിച്ചു. ഗ്രാമത്തിൽ ഒരു നിമിഷം നിശബ്ദത. ആദിത്യന് ഒന്നും മനസ്സിലാകാതെ നിന്നു. ആരാണ് ആ മനുഷ്യൻ? എന്തുകൊണ്ടാണ് എല്ലാവരും നന്ദനയെക്കുറിച്ച് ഭയത്തോടെ സംസാരിക്കുന്നത്? ആ ഡയറിയിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്താണ്? തുടരും. അടുത്ത പാർട്ട് നമുക്ക് വേഗം ഇടാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.